കാലം പോലെ കലങ്ങി മറിഞ്ഞൊരു പുഴ വേറെയില്ല. അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും. ഭ്രമയുഗത്തിന്റെ ടീച്ചർ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ചെന്ന് അവസാനിക്കുന്നതോ മനയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിരിയിലും. വളരെ കാലത്തിനു ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് മമ്മൂട്ടി പറഞ്ഞു വെക്കുമ്പോൾ മാടമ്പിയായ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരിക്കുമെന്ന സൂചനയാണത്. ഭ്രമയുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേരൂന്നിയ കഥയാണ് എന്ന് സംവിധായകൻ തന്നെ പറയുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രസന്റ് ചെയ്ത ടീസർ അതിന് ഉറപ്പ് കൂട്ടുകയാണ്. മമ്മൂക്ക ആദ്യമായല്ല എക്സ്ട്രീം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഫ്യൂഡൽ മാടമ്പിയെ അഭ്രപാളിയിൽ അവതരിപ്പിക്കുന്നത്. ഭ്രമയുഗം പോസ്റ്റർ ഇറങ്ങിയതിനു പിന്നാലെ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം വിധേയനിലെ കഥാപാത്രങ്ങളുമായി ഇതിനെ സാമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും ഉടലെടുത്തിരുന്നു. ഡബിൾ ബാരൽ തോക്കും പിടിച്ചു നിൽക്കുന്ന വിധേയനിലെ ഭാസ്കര പട്ടേലർ മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു. തന്റെ 30കളിൽ ചെയ്ത ഭാസ്കര പട്ടേലറിലൂടെ 1994 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തിയിരുന്നു. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് വിധേയൻ. പട്ടേലർ, തൊമ്മി എന്നീ 2 കഥാപാത്രങ്ങളിലൂടെ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്ന അധികാരം ഉള്ളവൻ അതില്ലാത്തവന്റെ നേർക്ക് പ്രയോഗിക്കുന്ന എല്ലാ മ്ലേച്ഛത്തരങ്ങളും വിശദമായി ചിത്രീകരിക്കുന്ന ചിത്രമാണ് വിധേയൻ. ഇതിൽ താൻ അനുഭവിക്കുന്ന ജന്മിത്വത്തിന്റെ താല്പര്യവും അധികാരവുമെല്ലാം തന്റെ ശരീരഭാഷയിലൂടെയും ഡയലോഗ് ഡെലിവറിയിലൂടെയും മമ്മൂട്ടി എന്ന നടന്റെ താരപരിവേഷം മാറ്റിവെച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിസ്സഹായനായി യജമാനോട് വിധേയപ്പെട്ടു നിൽക്കുന്ന തൊമ്മിയുടെ ഭാര്യയെക്കുറിച്ച് സുന്ദരിച്ചിയാണോടാ എന്ന് ചോദിക്കുന്നത് പോലും എല്ലാം തന്റെ കാൽക്കീഴിനടിയിലാണെന്ന ജന്മിത്ത ബോധത്തിൽ നിന്നുമാണ്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്ന ക്രൂരനായ പട്ടേലർ മമ്മൂട്ടി നിറഞ്ഞാടിയ വേഷമായിരുന്നു. അതേസമയം എക്സ്ട്രീം ലെവൽ ഫ്യൂഡലിസം കാണിച്ച മറ്റൊരു കഥാപാത്രമാണ് രഞ്ജിത്ത് ചിത്രം പാലേരി മാണിക്യത്തിലെ മുരിക്കും കുന്നത്ത് അഹമ്മദ് ഹാജി. 3 വ്യത്യസ്ത ഗെറ്റപ്പിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഖാലിദ്, ഹരിദാസ്, അഹമ്മദ് ഹാജി എന്നീ കഥാപാത്രങ്ങളിലൊക്കെയും മമ്മൂട്ടിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ കഥാപാത്രങ്ങളൊക്കെയും ഒരേ സമയം വ്യത്യസ്തമായി തന്നെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആഗ്രഹം തോന്നുന്ന സ്ത്രീയെ വരുതിയിലാക്കാനും തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ കാൽക്കീഴിൽ ഞെരിച്ചു കൊല്ലാനും മടിയില്ലാത്ത ആളാണ് അഹമ്മദ് ഹാജി. 1957 മാർച്ച് 30 പാലേരിയിൽ കൊല്ലപ്പെട്ട മാണിക്യം എന്ന യുവതിയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ പഴയ കടത്തനാടൻ ശൈലിയിലുള്ള മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പൂർണ്ണമായും ഫാസിസ്റ്റുകളായി ജീവിക്കുന്ന 2 പേർ, അതാണ് ഭാസ്കര പട്ടേലറും അഹമ്മദ് ഹാജിയും. തങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ് അവരുടെ ശരികൾ. മനുഷ്യത്വമില്ലാത്ത ഇവർ തന്റെ സന്തോഷത്തിനായി ഏതറ്റം വരെയും പോകാനും ഒരുക്കമാണ്. ഇതേ പാറ്റേണിലുള്ളതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതിനോട് അടുത്ത് കിടക്കുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു കഥാപാത്രം പുഴുവിലെ കുട്ടനായിരിക്കും. ജാതീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന, തന്റെ ഇഷ്ടത്തിനല്ലാതെ വിവാഹിതയായ സ്വന്തം പെങ്ങളെ പോലും നിർദാക്ഷിണ്യം കൊല്ലാൻ മനസ്സുള്ള ഒരു കഥാപാത്രമാണിത്. താരാരാധനയ്ക്ക് വേണ്ടി മാസ് കാണിക്കാനും ഫൈറ്റും മാത്രമായി ഒതുങ്ങുന്ന സിനിമകൾ ചെയ്യാതെ പ്രകടന സാധ്യത ഉള്ള ചിത്രങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ് മമ്മൂട്ടി. പ്രമേയത്തിലായാലും അവതരണത്തിലായാലും വ്യത്യസ്തത പുലർത്തുന്ന ഒരുപിടി നല്ല സിനിമകളുമായി ഈ മനുഷ്യൻ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.